അടുത്തത് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ പഠിക്കുകയാണ്, ഓംസ് ലോ. അതിനുവേണ്ടി എൽ ലെങ്ത്തുള്ള ഒരു കണ്ടക്ടർ ഇമാജിൻ ചെയ്യുക. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ എൻ ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ രണ്ട് എൻഡുകൾക്ക് ഇടയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ വി ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഫലമായി ഇതിൻ്റെ ഇടത്ത് വശത്തുനിന്നും വലത്തോട്ട് ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ ആണെന്ന് വിചാരിക്കാം. ഈ മെറ്റാലിക് കണ്ടക്ടറിലെ ഇലക്ട്രോണുകളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണ് എന്നും വിചാരിക്കുക. നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള ബന്ധം അറിയാം. ഇതിനകത്ത് കൂടി ഒഴുകുന്ന ഇലക്ട്രിക് കറണ്ട് ക്യാപിറ്റൽ ഐ ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രിക് കറണ്ട് എപ്പോഴും സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലാണ് സെല്ലിൻ്റെ പുറത്തു കൂടി ഒഴുകുക. അപ്പം ഈ ഇലക്ട്രിക് കറണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഐ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ ഇൻറ്റു വി ഡി ഇൻറ്റു ഇ. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ബൈ എം ഇൻറ്റു ടോ, where tau is a relaxation time. E is applied electric field, small e is the electronic charge and m is the mass of an electron. And therefore, ഈ വാല്യൂ ഇതിന് പകരം കൊടുക്കുക. I is equal to n into a into small e into capital E by m into tau. വി ഡിക്ക് പകരം ഇത് കൊടുത്തു കഴിഞ്ഞു, ഇൻറ്റു ബാക്കി ഒരാളും കൂടിയുണ്ട് സ്മോൾ ഇ. ദാറ്റ് ഈസ് ഈക്വൽ ടു n into a into E by m into tau into e into e squared. ആൻഡ് ആ ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ ആണ്. അവയ്ക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ വി ആണെങ്കിൽ അത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടല്ല കണ്ടുപിടിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. രണ്ട് പോയിന്റുകൾ തമ്മിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവുകയും അവയ്ക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഈസ് ഗോൺ ബൈ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. എപ്പോഴും ഉപയോഗിക്കാൻ പറ്റൂല. രണ്ട് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഉള്ള രണ്ട് പോയിന്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗോൺ ബൈ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. ഇയാൾ കോൺസ്റ്റന്റ് ആയാൽ മതി. അപ്പൊ ഇവിടെ ഈ സിറ്റുവേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എല്ലാം അത് ഇടത്തുനിന്ന് വലത്തോട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ ഇടത്തുനിന്ന് വലത്തോട്ടായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ആ ഇലക്ട്രിക് ഫീൽഡിന് കാരണക്കാരൻ ഒരു സെല്ലിന്റെ ടെർമിനൽ സൈഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിനും ഈ പോയിന്റിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഈസ് ഗിവൺ ബൈ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ. ആൻഡ് ദെർഫോർ ഇ ഈസ് ഈക്വൽ ടു വി ബൈ എൽ. ഇ ഈസ് ഈക്വൽ ടു വി ബൈ എൽ. ഇത് നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചാണ്. ഇയുടെ വാല്യൂ വി ബൈ എൽ എന്നുള്ളത് നമ്മൾ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇലക്ട്രിക് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ ഇൻറ്റു ഇക്ക് പകരം വി ബൈ എൽ എന്ന് കൊടുക്കുക. സോ വി ഡിവൈഡഡ് ബൈ എൽ, താഴെ ഒരു എം ഉണ്ട്, ഇൻറ്റു എം ഇൻറ്റു ടോ ഇൻറ്റു ഇ സ്ക്വയർ. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒന്നും കൂടെ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എം ഇൻറ്റു ടോ ഇൻറ്റു ഇ സ്ക്വയർ. വി ഇവിടെ വയ്ക്കുക, ഐ ഇങ്ങോട്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് വി ബൈ ഐ ഇസ് ഈക്വൽ ടു എൽ, വി ബൈ ഐ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ടോ ഇൻറ്റു ഇ സ്ക്വയേർഡ്, എൻ ഇൻറ്റു ടോ ഇൻറ്റു ഇ സ്ക്വയേർഡ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ടേം, മറ്റൊന്ന് എൽ ബൈ എ എന്നുള്ള ടേം. അതെന്തിനാ രണ്ട് ഭാഗങ്ങളായി തിരിച്ചെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എം എന്നാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അത് നീളം കൂടിയ കണ്ടക്ടറായാലും നീളം കുറഞ്ഞ കണ്ടക്ടറായാലും മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് എ കോൺസ്റ്റന്റ്.
എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ആണ്. ഉദാഹരണത്തിന് കോപ്പറിലെ വലിയ പീസ് ഓഫ് കോപ്പർ എടുത്താലും ചെറിയ പീസ് ഓഫ് കോപ്പർ എടുത്താലും, വണ്ണം കൂടുതലുള്ള കോപ്പർ പീസ് എടുത്താലും വണ്ണം കുറഞ്ഞ കോപ്പർ പീസ് എടുത്താലും, മെറ്റീരിയൽ കോപ്പർ ആണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ആണ്. അഗൈൻ ടു റിലാക്സേഷൻ ടൈം, ഇതേപോലെ കോപ്പറിന്റെ വലിപ്പം കൂടിയ ആളായാലും ചെറിയ ആളായാലും, നീളം കൂടിയ ആളായാലും നീളം കുറഞ്ഞ ആളായാലും, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ റിലാക്സേഷൻ ടൈം ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ പർട്ടിക്കുലർ മെറ്റീരിയൽ ഇസ് എ കോൺസ്റ്റന്റ്. ഇലക്ട്രോണിക് ചാർജിന്റെ സ്ക്വയർ, ഇലക്ട്രോണിക് ചാർജ് ഏത് നീളം കൂടിയ കോപ്പർ പീസ് ആയാലും നീളം കുറഞ്ഞ കോപ്പർ പീസ് ആയാലും, വണ്ണം കൂടിയ കോപ്പർ പീസ് ആയാലും വണ്ണം കുറഞ്ഞ കോപ്പർ പീസ് ആയാലും, ഇലക്ട്രോണിന്റെ ചാർജ് സെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിനകത്തിട്ടിരിക്കുന്ന ടേം ഈ കണ്ടക്ടറിന്റെ നീളത്തിനെയോ ഫിസിക്കൽ ഡയമെൻഷൻസ് ആയ നീളത്തിനെയോ ഏരിയയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് മെറ്റീരിയലിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ബ്രാക്കറ്റിലുള്ള ടേമുകൾ നോക്കുക. ലെങ്ത്, അത് കോപ്പറിന്റെ നീളം കൂടിയ കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുതലായിരിക്കും, കോപ്പറിന്റെ നീളം കുറഞ്ഞ കണ്ടക്ടറിന്റെ ലെങ്ത് കുറവായിരിക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വണ്ണം കൂടിയ കോപ്പർ പീസിന്റെ ഏരിയ കൂടുതലായിരിക്കും, വണ്ണം കുറവാണെങ്കിൽ ഏരിയ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യത്തെ ടേം ഈ കണ്ടക്ടർ ബ്രാക്കറ്റ്, ഈ രണ്ട് ബ്രാക്കറ്റുകളിൽ ആദ്യത്തെ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന ടേം ഈ കണ്ടക്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാണ്. രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേം ഈ കണ്ടക്ടറിന്റെ മെറ്റീരിയലിനല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിന്റെ ലെങ്തിനെയും അതിന്റെ ഏരിയയുമാണ്, കണ്ടക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, V/I അർത്ഥമാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. കറണ്ട് ഉണ്ടാകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം, തുടക്കത്തിലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് കൂടുതൽ കറണ്ട് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഞാൻ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: കുറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് കൂടുതൽ കറണ്ട് ഒഴുകുന്ന ഒരു സാഹചര്യം. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ആ കണ്ടക്ടർ കറണ്ടിനെ എളുപ്പത്തിൽ കടത്തിവിടും, കറണ്ടിനെ നന്നായി കടത്തിവിടാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് കുറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കൂടുതൽ കറണ്ട് അതിൽ കൂടെ ഒഴുകും. എന്ന് വെച്ചാൽ കറണ്ടിനെ എതിർക്കാനുള്ള അയാളുടെ കഴിവ് കുറവാണ്. അപ്പൊ ഏത് കണ്ടക്ടറിനാണോ കറണ്ടിനെ എതിർക്കാനുള്ള കഴിവ് കുറവ്, അയാളുടെ V വാല്യൂ കുറവും I വാല്യൂ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ V/I എന്ന് പറയുന്ന റേഷ്യോ വളരെ കുറവായിരിക്കും. എന്നാൽ രണ്ടാമതൊരു കണ്ടക്ടറിനെ പറ്റി പറയാൻ പോവാണ്. ചില കണ്ടക്ടറുകൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഹൈ വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവയുടെ എൻഡുകൾക്കിടയിൽ അപ്ലൈ ചെയ്താലും കുറഞ്ഞ വാല്യൂസ് ഓഫ് കറണ്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവയ്ക്ക് കറണ്ടിനെ കടത്തിവിടാൻ അത്ര വലിയ റെഡിനെസ് ഒന്നുമില്ല, കറണ്ടിനെ ഓപ്പോസ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. എന്ന് വെച്ചാൽ അവയ്ക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് ചാർജിന്റെ ഒഴുക്കിനെ, ഇലക്ട്രിക് കറണ്ടിനെ എതിർക്കാനാണ് കൂടുതൽ താല്പര്യം. അതായത് ഏത് കണ്ടക്ടറിനാണോ ഇലക്ട്രിക് കറണ്ടിനെ എതിർക്കാൻ കൂടുതൽ താല്പര്യമുള്ളത്, അത്തരം ആൾക്കാരുടെ V/I വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ കറണ്ടിനെ നന്നായി ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാർക്ക് V/I കൂടുതലായിരിക്കും, കറണ്ടിനെ കാര്യമായിട്ട് ഓപ്പോസ് ചെയ്യാത്ത ആൾക്കാർക്ക് V/I വാല്യൂ കുറവായിരിക്കും. അതുകൊണ്ട് V/I is taken as a measure of the ability of a conductor to resist ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിന്റെ കഴിവിന്റെ അളവുകോലായിട്ട് V/I എടുത്തിരിക്കുന്നു. And that quantity is known as resistance. That quantity is known as resistance. That is, resistance R is equal to V/I. Resistance R is equal to V/I. ഇനി ആ ആറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നത്? V/I ഈക്വൽ ടു ഇതാണെന്ന് കിട്ടിയിട്ടുണ്ട്. ആ V/I ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് വിളിച്ചിരിക്കുന്ന, and therefore നിങ്ങൾ അവിടെ നോക്കുക, and therefore resistance R is equal to resistance of a conductor R is equal to M divided by N into tau into E squared into L/A into L/A. Now ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആള് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ടേമിലുള്ള ആള് മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് എന്ന് കുറച്ചു മുമ്പേ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടികളെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. എല്ലും ഏരിയയും ഈ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടികളാണ്. ഇനി ഇതിലുള്ള ആൾക്കാര് ഫോർ എ ഗിവൺ കണ്ടക്ടർ ആൻഡ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ, ഏതൊരു കണ്ടക്ടറും ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കുക.
ആ മെറ്റീരിയലിനെ സംബന്ധിച്ചോളം മാസ് ഓഫ് ദി ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ആണ്, റിലാക്സേഷൻ ടൈം ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് ആണ്, ഇലക്ട്രോണിക് ചാർജ് കോൺസ്റ്റന്റ് ആണ്, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഏരിയ കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ടിക്കിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം കോൺസ്റ്റന്റുകളാണ്. അവയിൽ ചിലത് n, ടോ, ലെങ്ത്, ഏരിയ അതൊക്കെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് നിന്നാൽ മാത്രമേ കോൺസ്റ്റന്റ് ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് എ കോൺസ്റ്റന്റ്. കണ്ടീഷൻ ഉണ്ട്, എങ്ങനെയുണ്ട്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ R is equal to V/I യിലെ R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ V is equal to a constant into current. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ I is equal to R കോൺസ്റ്റന്റ് ആണെങ്കിൽ 1/R കോൺസ്റ്റന്റ് ആണ്. 1/R into R is equal to നോക്കിയാൽ R is equal to അല്ല, I is equal to 1/R into V. ഇത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് I is proportional to V. Current through a conductor is directly proportional to potential difference across its ends. ഈ നിയമത്തിനെയാണ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതിനെയാണ് ഓംസ് ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓംസ് ലോയിലെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് R എന്ന് പറയുന്നത്. ആ R കോൺസ്റ്റന്റ് ആകണമെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ എന്തിനാ കോൺസ്റ്റന്റ് ആവുമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ കറന്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി സെൻസ്. അതിനെയാണ് ഓംസ് ലോ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക്, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിനെ എതിർക്കാനുള്ള കഴിവാണ്. റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ഇക്വേഷൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പോവാം. ഈ ഇക്വേഷനിൽ രണ്ടാൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അതിലൊരാള് മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആണ്, മറ്റേ ആള് കണ്ടക്ടർ ഡിപ്പെൻഡന്റ് ആണ്. മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നാണ് വിളിക്കുക. സോ R is equal to rho into L/A. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആയ റോ ഇൻറ്റു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി ആയ L/A. R is equal to rho into L/A. At a given temperature, rho is a constant. Therefore, R is proportional to length and R is inversely proportional to area of cross section. Length കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, പ്രൊപ്പോർഷൻ ആയിട്ട് കൂടി വരും. ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ട്, ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ട് കുറയുകയും ചെയ്യും. ക്ലിയർ ആണ്? എന്തുകൊണ്ടാണ് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നത്? അത് മനസ്സിലാക്കാൻ നമ്മൾ ആ റിലാക്സേഷൻ ടൈമും കൊളീഷനുകളൊക്കെ പഠിച്ച സെക്ഷനിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് ആലോചിച്ചാൽ മതി. അവിടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇലക്ട്രോണുകൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊളീഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊളീഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇലക്ട്രോണുകൾ വളരെ ഫ്രീ ആയിട്ട് ആരും തടസ്സപ്പെടുത്താനില്ലാതെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഒഴുകി എത്തുമായിരുന്നു. പക്ഷെ അവർക്ക് പോസിറ്റീവ് അയോണുകളുമായിട്ടും ആറ്റങ്ങളുമായിട്ടും മറ്റ് ഫ്രീ ഇലക്ട്രോണുകൾക്കും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊളീഷൻ നടത്തേണ്ടി വരുന്നു. ഓരോ കൊളീഷൻ കഴിയുമ്പോഴും വെലോസിറ്റി 0 ആയി മാറുന്നു. അതിൽ നിന്ന് വീണ്ടും ബിൽഡപ്പ് ചെയ്തു വരണം വെലോസിറ്റി. അപ്പോൾ അത് ഈ കൊളീഷനുകളാണ് മെറ്റലിനകത്തുള്ള റെസിസ്റ്റൻസുകളുടെ കാരണം. സ്വാഭാവികമായിട്ട് മെറ്റലിന്റെ കണ്ടക്ടർ ലെങ്ത് കൂടുതലാണെങ്കിൽ കൂടുതൽ കൊളീഷനുകൾക്ക് വിധേയമാകേണ്ടി വരും. അതുകൊണ്ടാണ് ലെങ്ത് കൂടുതലാകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നത്. ലെങ്ത് കൂടുതലാകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവാനുള്ള കാരണം എന്താ? വീതി കൂടിയ റോഡിലൂടെ കുറേ വാഹനങ്ങൾ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് കാര്യമായിട്ട് ഉണ്ടാവില്ല, പോകാൻ സ്ഥലം ഉണ്ടാവും. വീതി കുറഞ്ഞ റോഡാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത്ര തന്നെയുള്ളൂ. ഏരിയ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയാനുള്ള കാരണവും അത് തന്നെയാണ്. ഇനി റെസിസ്റ്റൻസ്, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മളിനി പഠിക്കാൻ പോകും. ഈ ക്വാണ്ടിറ്റിയെ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. അതെന്താ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റി നമ്മൾ തൽക്കാലം റെസിസ്റ്റൻസിന്റെ യൂണിറ്റിലേക്ക് പോവുകയാണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക. V is equal to R into I, or unit of resistance is equal to unit of potential into unit of electric current. That is equal to volt divided by
ആംബിയർ. വോൾട്ട് ബൈ ആംബിയർ. വോൾട്ട് ബൈ ആംബിയർ ഈസ് നോൺ ആസ് ഓം. വോൾട്ട് ബൈ ആംബിയറിനെയാണ് ഓം എന്ന് വിളിക്കുന്നത്. OHM, ഓം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സിമ്പല് ഒമേഗ. ഇതാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു കണ്ടക്ടർ കറണ്ടിനെ കടത്തിവിടാൻ വിമുഖത കാണിക്കുമെങ്കിൽ, കറണ്ടിനെ നന്നായി എതിർക്കുമെങ്കിൽ, റെസിസ്റ്റൻസ് കൂടുതലുള്ള ആള് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവാണ്. ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ എതിർക്കാനുള്ള കഴിവിന്റെ അളവുകോലാണെങ്കിൽ, കറണ്ടിനെ എളുപ്പത്തിൽ കടത്തിവിടാനുള്ള കഴിവിന് എന്തെങ്കിലും ഒരു അളവുകോലുണ്ടാവും. അത് നമുക്ക് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടെത്താവുന്നതാണ്. ഏത് കണ്ടക്ടറിനാണോ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കുന്നത് അയാളിലൂടെ കറണ്ട് കുറച്ചേ ഒഴുകും. എന്ന് വെച്ചാൽ കറണ്ട് ഒഴുകുന്നതിന് അളവുകോലായിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ആർക്കാണോ റെസിസ്റ്റൻസ് കൂടുതലുള്ളത് അയാൾ കറണ്ടിനെ കാര്യമായിട്ട് കടത്തിവിടില്ല. എന്ന് വെച്ചാൽ കറണ്ടിനെ കടത്തിവിടാനുള്ള അയാളുടെ കഴിവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറവായിരിക്കണം. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവിന്റെ അളവുകോല് കുറവായിരിക്കണം. അപ്പൊ പിന്നെ എന്തെടുത്താൽ മതി? റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. R കൂടുതലാണെങ്കിൽ 1/R കുറവായിരിക്കും. 1/Rനെ കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവിന്റെ അളവുകോലായിട്ട് എടുത്താൽ ആ കണ്ടക്ടറിന് കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ് കുറവേ കിട്ടാനും പാടും. അപ്പോൾ സിയുടെ വാല്യൂ കുറവായിരിക്കും. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് കണ്ടക്ടൻസ്. അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. ഏത് കണ്ടക്ടറിനാണോ റെസിസ്റ്റൻസ് കുറവായിരിക്കുന്നത് അയാൾക്ക് കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു കണ്ടക്ടറിന് കറണ്ടിനെ കടത്തിവിടാനുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു കണ്ടക്ടറിന്റെ കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവിന്റെ അളവുകോല് കൂടുതലായിരിക്കണം. R കുറവാണെങ്കിൽ കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവിന്റെ അളവുകോല് കൂടുതലായിരിക്കണം. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ശരിയാണെന്ന് മനസ്സിലാവും. R കുറവാണെങ്കിൽ കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവിന്റെ അളവുകോലായ സിയുടെ വാല്യൂ കൂടുതലായിരിക്കും. സോ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് കണ്ടക്ടൻസ് വിളിക്കുന്നത്. ഇനി അതിന്റെ യൂണിറ്റ് എന്താ നോക്കൂ. 1/Ohm അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ്, ഒമേഗ ഇൻവേഴ്സ്, ഇതൊക്കെയാണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. സിമൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടി കണ്ടക്ടൻസിനുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് ഈ ഇക്വേഷനിലേക്ക് തന്നെ വരും. R is equal to rho into L/A, where R is called resistivity of rho എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടി എന്നാ പറയുന്നത്? റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ എന്ന് പറയരുത്. റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആണ്. അതേപോലെ റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ എന്നല്ല പറയാ, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്നാ പറയാ. കാരണം അത് മെറ്റീരിയലിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന, കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടികളെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആണ്, റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ആണ് എന്നതിനോടൊപ്പം കണ്ടക്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടികളെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ റെസിസ്റ്റിവിറ്റിയെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ റെസിസ്റ്റിവിറ്റി എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ R is equal to rho into L/A, where rho is equal to M into N into tau into E square. കണ്ടക്ടറിനെ റെസിസ്റ്റൻസിനെ പോലെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് റെസിസ്റ്റിവിറ്റി. ഈ ഇക്വേഷനിൽ നിന്നും റെസിസ്റ്റിവിറ്റി എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫ്രം ദിസ് ഇക്വേഷൻ rho is equal to R into A divided by L. ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന L ലെങ്ത് ഉള്ള A ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആ റെസിസ്റ്റൻസുമുള്ള കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസുമായി ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ ആണ് rho is equal to R into A by L. Now in that equation put L equal to 1 meter and A equal to 1 meter square. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയേർഡും ലെങ്ത്തിന്റെ വാല്യൂ 1 മീറ്ററുമുള്ള ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടക്ടർ ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ rho is equal to R into 1. എയുടെ സ്ഥാനത്ത് 1 വരും, ലെങ്ത്തിന്റെ സ്ഥാനത്ത് 1 വരും. ദാറ്റ് ഈസ് rho is equal to R. എങ്ങനെയാണെങ്കിൽ if area equal to 1 meter squared and length equal to 1 meter squared. So resistivity of a material, അങ്ങനെ തന്നെ പറയണം, resistivity of a material is defined to be equal to the resistance of a conductor made of that material. ഒരു വസ്തുവിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആ വസ്തുവിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് if its length is 1 meter and area of cross section is 1 meter square. So resistivity of a material is defined to be equal to
the resistance of a conductor of that material, conductor made of that material of unit length and unit area of cross section. So that is the definition of resistivity. Now we move on to the unit of resistivity. Resistance in the unit, ഇതിൽ നിന്നും കിട്ടുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയ ഓം ഇൻറ്റു ഏരിയയുടെ യൂണിറ്റ് ആയ മീറ്റർ സ്ക്വയേർഡ് ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് ആയ മീറ്റർ. മീറ്റർ സ്ക്വയറിൽ ഒരു മീറ്ററും താഴെയുള്ള മീറ്ററും ക്യാൻസൽ ചെയ്ത് പോയി. സോ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ഇനി ഇതേപോലെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഉണ്ട്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെ കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്ന പോലെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി 1 by rho is known as conductivity sigma. Conductivity sigma equal to 1 by rho. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്താ വരാൻ നോക്കൂ. യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു ഓം ഇൻവേഴ്സ്. അത് ഓം മീറ്റർ ആണെങ്കിൽ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സിനെ MHO എന്ന് എഴുതാറുണ്ട്. MHO മീറ്റർ ഇൻവേഴ്സ്. MHOയെ സീമൻ എന്ന് പറയാറുണ്ട്. സോ സീമൻ ഇൻറ്റു മീറ്റർ ഇൻവേഴ്സ്. സോ ദീസ് ആർ ദ യൂണിറ്റ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.